ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്നും ഉലുവയും ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ ഒരു ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നിങ്ങൾ എടുക്കുമ്പോൾ സാധാ പച്ചരിയോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസോ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് കൊടുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പൊ ഇതാ 8 മണിക്കൂറിന് ശേഷം നമ്മളിതാ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലത്തെ വെള്ളം ഒന്ന് വേറൊരു കപ്പിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അരി കഴുകുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചേക്കാവൂ. അപ്പൊ ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പപ്പടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ, ഉഴുന്ന്, ബേക്കിംഗ് സോഡ അങ്ങനെയുള്ളതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് തോന്നുന്നത് 5 പപ്പടം ഉണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലേശം നേരം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. പപ്പടം കുതിർക്കാനും നമ്മൾ അരി കുതിർത്തിട്ടുള്ള വെള്ളം തന്നെ എടുക്കണത്. അപ്പോൾ കുതിർന്ന് വരട്ടെ. അരി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ കുതിർക്കാൻ വെച്ചിട്ടുള്ള പപ്പടം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അരി കുതിർത്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് ഇതാ ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടതിന് ശേഷം 1/4 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മട്ട റൈസാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇതുപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരിക. ഇനി നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ വെള്ളം അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോവരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തവി വെച്ചിട്ട് തന്നെ അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വെക്കാം. പാന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ തന്നെ ദോശക്ക് സാധാരണ നമ്മൾ ചുറ്റിക്കൂലേ അതുപോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ മീതെ ഗീ തേച്ച് കൊടുക്കുക. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് തേച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണ്, ഗീ ആണോ ബട്ടർ ആണോ അതല്ലെങ്കിൽ സാധാ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന്മേൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കുക. അപ്പൊ അതാ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ചിന്താഗതിയാണ്, രാത്രിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും നാളെ രാവിലെ എന്തുണ്ടാക്കും. അപ്പൊ ചിലപ്പോൾ ദോശ ഉണ്ടാക്കാൻ നേരത്ത് ഉഴുന്നുണ്ടാവില്ല, ഉലുവ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ്. എന്തായാലും പപ്പടം നമ്മളെ വീട്ടിൽ അധിക വീടുകളിലും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാകുമ്പോൾ നമുക്ക് തലേ ദിവസം തന്നെ അരച്ചു വെക്കണ്ട. നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുന്നേ അരച്ചു വെച്ചാൽ മതി. ഇതിന്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉഴുന്ന് ചേർക്കാതെ ഉലുവ മാത്രം ചേർത്തിട്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ദോശയുടെ കൂടെ ഒരു ഓണിയൻ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഈ ഒരു 1.5 കപ്പ് അരിയിൽ നമുക്ക് 3 പേർക്ക് കഴിക്കാനുള്ള ദോശ കിട്ടും. ലാസ്റ്റത്തെ ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.